മാത്രമായി യാത്ര. തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്നു. അപ്പൊ താടിമുടികൾ പാട നീക്കം ചെയ്തിരുന്നു. സിയം സ്വർണ മോതിരവും ചെയിനും ധരിച്ചിരുന്നു. ഇതെങ്ങനെ ഈ പുസ്തകം ഒരു വിമർശവും ഇല്ലാതെ എതിർപ്പുമില്ലാതെ AP വിഭാഗത്തിനിടയിൽ പ്രചരിച്ചിട്ടുണ്ടല്ലോ? അന്ന് എവിടെയായിരുന്നു ഈ പേരോടൊക്കെ? ശരീഅത്ത് വിരുദ്ധ പരിപാടികൾ എന്ന് പറഞ്ഞ് എന്തെന്നില്ലാതെ ദസൂഖിയ ഷെയ്ഖിനെയും മറ്റും അധിക്ഷേപിക്കുന്ന ഇവർക്ക് ഈ പുസ്തകം വിൽക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഇതും ഇവരുടെ ഒരു വലിയ നേതാവ് എഴുതിയതല്ലേ? ഇപ്പോഴെന്ത് പറയുന്നു എന്നതല്ല. സലഫി എന്തെങ്കിലും പ്രസംഗിക്കുമെന്ന് പേടിച്ചിട്ട് ഉത്തരം കിട്ടാതെ ആകുന്നതിനെ ഭയന്നിട്ട് എല്ലാവരെയും എല്ലാറ്റിനെയും ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്ന പുതിയ നയം പേരോട് സ്വീകരിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ മുമ്പ് അത് സ്വീകരിച്ചിട്ടില്ലല്ലോ. ഈ പുസ്തകത്തിൽ എഴുതിയതാണ് സ്വർണ മോതിരവും ചെയിനും ധരിച്ചിരുന്നു. ഇതെങ്ങനെയാണ് യോജിക്കുക? ഈ മഹാന്റെ ഉറൂസ് ആണ്ട് നേർച്ച പേരോട് പ്രസംഗിക്കാറുണ്ടല്ലോ. മത്സരിച്ച് പ്രസംഗം നടക്കാറില്ലേ? കുത്തുബുൽ ഔലിയ എന്ന് AP ഉസ്താദ് പറയാറില്ലേ? എന്നിട്ട് എന്തേ ഈ കാര്യത്തെക്കുറിച്ചൊന്നും മിണ്ടാതിരുന്നു? അപ്പോഴ് അതിന് അതിൻ്റെതായ ന്യായമുണ്ട് എന്നായിരിക്കും AP ഉസ്താദിന്റെ മറുപടി. എങ്കിൽ ഈ ന്യായം വെച്ച് അള്ളാഹുവിന്റെ വലിയാണ്, ഷെയ്ഖാണ് എന്നൊക്കെ മുഅ്മിനീങ്ങൾ പറയുന്ന മറ്റു ചിലർക്കും ഇതൊക്കെ അനുവദിച്ചു കൊടുത്തുകൂടെ? ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ. പാന്റും കോട്ടും മാത്രമല്ല, ടൈ പോലും കെട്ടിയിരുന്നതായി കണ്ടവർ പറയുന്നു. വായനക്കാർക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. ഇത് എഴുതിയ പുസ്തകം വായിച്ചും വിറ്റും വായിപ്പിച്ചും നടന്നിട്ടുണ്ട്. താടി വടിച്ച മശായിഖന്മാർ വേറെയും പലരും ഉണ്ടായിട്ടുണ്ട്. സയ്യിദി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വലിയ മക്കാമിലല്ലേ അദ്ദേഹത്തെ വെച്ചത്? വലിയ ഉലമാക്കളുള്ള സ്റ്റേജിലൊക്കെ അദ്ദേഹമല്ലേ ദുആന് മുന്നോട്ട് വരിക? ഈക്കയും AP-യും ഉള്ളാളും എല്ലാവരും ബഹുമാനിച്ച് ആദരിച്ച മഹാനല്ലേ? അദ്ദേഹത്തിന് ജദ്ബാണ് എന്നാണോ? അദ്ദേഹം താടി വടിച്ച സമയവും ഉണ്ടായിട്ടുണ്ട്, താടി വളരെ ചെറുതായിട്ട് വെട്ടിയ സമയവും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴ് അവരെയൊക്കെ അതിന്റെ പേരിൽ വിമർശിക്കാൻ പറ്റില്ല. അതിന് അവരുടേതായ വജ്ഹ് ഉദ്ർ ഉണ്ടായിരിക്കും. ഈജിപ്തിൽ അവിടെയുള്ള ആദത്തും ഉറുഫും വ്യത്യസ്തമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഷെയ്ഖുൽ മശായിഖ് പദവിയിലുള്ളവർ, ഷെയ്ഖുൽ മശായിഖ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഈജിപ്തിലെ ജാമിഉൽ അസ്ഹറിലെ ഉസ്താദുമാരും ശരീഅത്തിന്റെ മുഫ്തിമാരും ഒക്കെ അംഗീകരിക്കുന്ന വലിയൊരു പദവിയാണ്. ഇന്ന് സയ്യിദ് ഹസൻ അഷിന്നാവിയാണ് ആ മക്കാമിൽ. അദ്ദേഹത്തിന് താടിയുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഷെയ്ഖുൽ മശായിഖ് പദവിയിൽ വിരാജിച്ചിരുന്ന മഹാത്മാക്കളായ ആളുകൾ 3 പേരുടെ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും താടിയില്ല. അവർ താടി വടിക്കുന്നവരായിരുന്നു. അപ്പൊ ആ രാജ്യത്തെ ഉറുഫും ആ രാജ്യത്തെ ആദത്തും ഒക്കെ നമ്മൾ അറിയണം. മദാഹിബുകളിലുള്ള ഇഖ്തിലാഫും നമ്മൾ അറിയണം. എന്തിന് ബഹുമാനപ്പെട്ട ഉള്ളാൾ താജുൽ ഉലമ മഹാനവറുകളെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം ഖാദിരിയ തരീഖത്ത് സ്വീകരിച്ചത് ബഗ്ദാദിൽ പോയിട്ട് സയ്യിദി മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരമകനിൽ നിന്നാണ്. കണ്ടാൽ മുസ്ലിം ആണെന്ന് തോന്നുകയില്ല, താടിയും തലപ്പാവും ഇല്ല എന്ന് താജുൽ ഉലമ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രൊഫസർ അബ്ദുൽ ഹമീദ് സാഹിബ് നേരിട്ട് എന്റെ കൂടെ അത് കേട്ടിട്ടുണ്ട്. കൂടെ സിയാറത്തിന് പോയവർ, ബഗ്ദാദിൽ പോയവർ, ഉള്ളാൾ തങ്ങളുടെ കൂടെ വേറെയും പേരുണ്ടായിരുന്നു. ഇതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരമകൻ ബഗ്ദാദിലെ ഷെയ്ഖാണ്. നമുക്ക് കാണാം, അത് ഞാൻ കണ്ടിട്ടുണ്ട്, കാണുന്നവർക്ക് കാണാം. താടിയില്ലാത്ത പാന്റും കോട്ടുവിട്ട ഷെയ്ഖാണ്. അവരെയൊക്കെ മുഖം കാണുമ്പോഴേക്ക് താടി വരണ്ടി എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ഷേവ് എന്ന് പറഞ്ഞ് കളിയാക്കുക. സയ്യിദി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരമകനായി ഇറാഖിൽ ബഗ്ദാദിൽ ഉള്ള ഷെയ്ഖാണ്. ഇന്ന് നിലവിലുള്ള ഷെയ്ഖാണ്. നമ്മൾ കാണുന്നു, ഫോട്ടോ നമ്മുടെ കയ്യിലില്ലേ? അപ്പോഴ് ഓരോ വിഭാഗവും സയ്യിദി അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പേരമകൻ ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഷെയ്ഖാണ്. കേരളത്തിൽ വന്നു എന്നൊക്കെ പറയുന്ന സയ്യിദി ജാബിർ സബാഹ് അർ-റിഫായി MA അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ ഷെയ്ഖാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ താടിയും തലപ്പാവും ഒക്കെ ഉള്ള മഹാനാണ് ജാബിർ സബാഹ്. എന്നാൽ അദ്ദേഹവും ഷെയ്ഖായി കാണുന്ന ഒരു മഹാനാണ് റിഫായി തരീഖത്തിൽ.
കുവൈത്തിലെ ഹാഷിം റിഫായി ബഹുമാനത്തോടെ ഷെയ്ഖായി പുകഴ്ത്തി പറഞ്ഞ ഒരാളുണ്ട്. ഈജിപ്തിലെ നഖീബുൽ അഷ്റാഫ് എന്ന പദവിയിലുള്ള ആള്, സയ്യിദന്മാരുടെ നേതാവാണ്. റിഫായി ഷെയ്ഖിന്റെ പേരമകനാണ്. റിഫായി ആ ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്. സയ്യിദി അഹമ്മദ് കാമിൽ യാസീൻ, അവരുടെ ഫോട്ടോ ഉണ്ട്. താടിയില്ല, കൈ ധരിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തും കാണുന്നുണ്ട്. സൂഖിയ തരീഖത്തിനെ വിമർശിക്കാൻ വേണ്ടി ഇറക്കിയ കാസറ്റുകളിലൊക്കെ പൊന്മള ഉസ്താദും സഅദിയും പേരോടും ഒക്കെ ഈ ഷെയ്ഖിന്റെ താടിയില്ലാത്ത ഫോട്ടോ പ്രദർശിപ്പിക്കാൻ വേണ്ടി എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രദർശിപ്പിക്കാൻ എത്ര ഉള്ളാൽ തങ്ങളുടെ ഷെയ്ഖിന്റെ ഫോട്ടോ. ഇവിടെ കേരളത്തിൽ തന്നെ താടിയില്ലാത്ത ആളായിരുന്നല്ലോ സി എം അവറുകൾക്ക് ഈ AP വിഭാഗത്തിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ CM റളിയല്ലാഹു അൻഹുവിന്റെ മുരീദന്മാരാണ് എന്ന് അവർ പ്രസംഗിച്ചിട്ടില്ലേ? ഇപ്പോഴും പ്രസംഗം തുടരുന്നില്ലേ? അവർക്ക് താടി ഉണ്ടായിരുന്നോ? CM അവറുകൾ മജ്ദൂബായിരുന്നു എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെയാണ് അദ്ദേഹത്തിന് പ്രമുഖരായ മുരീദന്മാരുണ്ടായിരുന്നു എന്ന് പ്രസംഗിച്ച് നടക്കുന്നത്. ആ കാസറ്റ് ഇപ്പോഴും വിൽക്കുകയാണ്. ഖുതുബുൽ ആലം എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. ഖുതുബുൽ ഔലിയ എന്നാണ് അവരെ കുറിച്ച് AP ഉസ്താദ് ജനലക്ഷങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. പിന്നെ മജ്ദൂബാണ് എന്ന് താടിയുടെ വിഷയവും മറ്റും വരുമ്പം മാത്രം പറഞ്ഞൊഴിഞ്ഞാ മതിയോ? CM വലിയുള്ളാഹിയുടെ വലിയ താടിയില്ലാത്ത ഫോട്ടോ വലുതായി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കാസർഗോഡ് ഉണ്ട്. അവിടെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് ദുആക്കും പ്രസംഗത്തിനും നേതൃത്വം നൽകാൻ പോയിട്ടുണ്ട്. ഫോട്ടോ തൂക്കി വെച്ചിട്ടുണ്ട്. താടിയില്ലാത്തതാണ്. മജ്ദൂബ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അദ്ദേഹത്തിൽ നിന്ന് മുരീദായവരുടെ പേര് AP വിഭാഗത്തിന്റെ നേതാക്കൾ സ്റ്റേജിൽ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താടിയുടെ കാര്യത്തിൽ ശർഈയായ ഫിഖ്ഹിയായ ഹുക്കുമൊക്കെ പറയുന്നതോടൊപ്പം അതൊക്കെ മനസ്സിലാക്കുക. അതോടൊപ്പം മശായിഖന്മാരുടെ ചരിത്രവും മനസ്സിലാക്കുക. അതിനെപ്പറ്റി ഒന്നും മിണ്ടാതെ താടി വരണ്ടി എന്ന് പറഞ്ഞ് കളിയാക്കിയ പോരാ. ഉദ്ദേശം ഭൗതികാണ്. അത് അയാൾ എന്താ പറയുന്ന ടോളി ഭൗതികമായ സ്ഥാനം കിട്ടാനാണ്. എന്റെ മുരീദന്മാർ, എന്റെ മക്കളുടെ, എന്റെ ശിഷ്യന്മാർ ദുനിയാവിൽ രാജകുമാരന്മാരാണ്, ആഖിറത്തിലും രാജാക്കന്മാരാണ്. രാമേശ്വർ മുഖ്താർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ആ ഭൗതികമായ പ്രഭാവം നമുക്ക് നിലനിൽക്കണം. അത് ഇൽമ കൊണ്ട്, ആരോഗ്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, പ്രഭാവം കൊണ്ട് എല്ലാം കിട്ടണം. അതിന്റെ അനുഭവം പലർക്കും ഉണ്ട്. കേട്ടില്ലേ? അപ്പൊ ഭൗതികമായ പ്രഭാവം കിട്ടണം. ചുരുക്കത്തിൽ ഓരോ വിഷയങ്ങളും വഹാബികളെ ഓവർടേക്ക് ചെയ്യുന്ന പേരോട് അതിന് സലഫി എന്ന് പറഞ്ഞോളൂ. ഞാൻ പറയണ്ട. എന്റെ ശിഷ്യന്മാർ ദുനിയാവിലും ആഖിറത്തിലും രാജാക്കന്മാരാണ് എന്ന് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വാക്കിനെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് കളിയാക്കുന്നത്? സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദന്റെ അടിത്തറയിൽ നിന്ന് വിട്ടിട്ടല്ലേ പറയുന്നത്. പേരോട് പറയുന്നത് കേൾക്കുക. നമ്മുടെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, എന്റെ മുരീദന്മാര് രാജകുമാരന്മാരാണ് ദുനിയാവിലും ആഖിറത്തിലും. ഏറ്റെടുത്തല്ല മൂപ്പര് ഏറ്റെടുത്ത് അവനെ പേടിക്കേണ്ടിയില്ല. ഒരു എഞ്ചിനീയർ ഏറ്റെടുത്തിയല്ലേ, പിന്നെന്താ? ആഖിറത്തിലെ കാര്യം ഏറ്റെടുത്ത്, ദുനിയാവിലെ കാര്യം ഏറ്റെടുത്ത്. സുബ്ഹാനല്ലാഹ്. സഹീഹുൽ ബുഖാരി നോക്ക് നിങ്ങൾ. സഹാബത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ 30 ആളുകളെ ഞാൻ കണ്ടു. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി. എന്റെ നഫ്സിൽ നിഫാഖ്